നമുക്കിന്ന് മാത്സിലെ ഫ്രാക്ഷൻസിനെ പറ്റി നോക്കാം. ഫ്രാക്ഷൻസ് 3 തരത്തിലുണ്ട്. സാധാരണ ഭിന്നം, വിഷമ ഭിന്നം, മിശ്ര ഭിന്നം. പ്രോപ്പർ ഫ്രാക്ഷൻ, ഇംപ്രോപ്പർ ഫ്രാക്ഷൻ, മിക്സഡ് ഫ്രാക്ഷൻ. ഇതിൽ പ്രോപ്പർ ഫ്രാക്ഷൻ അഥവാ സാധാരണ ഭിന്നം എന്ന് പറയുമ്പോഴത്തേക്കും അംശം ഛേദത്തേക്കാൾ കുറവ്. അംശം എന്ന് പറയുന്നത് ന്യൂമറേറ്റർ, ഛേദം എന്ന് പറയുന്നത് ഡിനോമിനേറ്റർ. ഡിനോമിനേറ്റർ എന്ന് പറയുമ്പോഴത്തേക്കും ഒരു ഫ്രാക്ഷനിലെ താഴെ കിടക്കുന്ന സംഖ്യയും ന്യൂമറേറ്റർ എന്ന് പറയുമ്പോഴത്തേക്കും ഒരു ഫ്രാക്ഷനിൽ മുകളിൽ കിടക്കുന്ന സംഖ്യയുമാണ്. ഇതിൽ എക്സാമ്പിളായിട്ട് 3/4 കൊടുത്തിട്ടുണ്ട്. 4നെയും കാട്ടി ചെറിയ സംഖ്യയാണ് 3. അപ്പോൾ അത് പ്രോപ്പർ ഫ്രാക്ഷൻ. അടുത്ത് വിഷമ ഭിന്നം, ഇംപ്രോപ്പർ ഫ്രാക്ഷൻ. അതിലെന്ന് പറയുമ്പോഴത്തേക്കും അംശം ഛേദത്തേക്കാൾ വലുത്. അപ്പോൾ ഡിനോമിനേറ്റർ ചെറിയ സംഖ്യയും ന്യൂമറേറ്റർ വലിയ സംഖ്യയുമായിരിക്കും. ഇതിൽ എക്സാമ്പിൾ കൊടുത്തിട്ടുള്ളത് 10/7 ആണ്. അതിൽ 7 ചെറിയ സംഖ്യയും 10 വലിയ സംഖ്യയുമാണ്. അതുകൊണ്ടാണ് ഇത് ഇംപ്രോപ്പർ ഫ്രാക്ഷൻ എന്ന് പറയുന്നത്. അടുത്ത് മിശ്രഭിന്നം. മിശ്രഭിന്നം എന്ന് പറയുമ്പോഴത്തേക്കും ഒരു പൂർണ്ണ സംഖ്യയും ഒരു സാധാരണ ഭിന്നവും ചേർന്നതാണ്. അങ്ങനെയാണെങ്കിൽ ഒരു നാച്ചുറൽ നമ്പർ എന്ന് പറയുമ്പോൾ 1, 2, 3, 4 അങ്ങനെയുള്ള നാച്ചുറൽ നമ്പറും പിന്നെ ഒരു പ്രോപ്പർ ഫ്രാക്ഷനും. ഞാൻ പറഞ്ഞില്ലേ, അംശം ഛേദത്തേക്കാൾ കുറവായിട്ടുള്ള ഫ്രാക്ഷനാണ് പ്രോപ്പർ ഫ്രാക്ഷൻ. അങ്ങനത്തെ ഫ്രാക്ഷനും വരുന്നതാണ് മിശ്രഭിന്നം എന്ന് പറയുന്നത്. ഇതിൽ എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട് 2, 2/3, 5, 3/7. 2, 2/3, 5, 3/7 2, 5 എന്നൊക്കെ പറയുന്നത് നാച്ചുറൽ നമ്പറാണ്. എന്ന് പറയുമ്പോൾ ഒരു പൂർണ്ണ സംഖ്യയാണ്. 1, 2, 3, 4, 5 എന്ന് പറയും പോലെ പൂർണ്ണ സംഖ്യയും 2/3, 3/7 എന്നൊക്കെ പറയുന്നത് പ്രോപ്പർ ഫ്രാക്ഷനുമാണ്. ഫ്രാക്ഷൻസ് എന്താണെന്നുള്ളത് ഇതിലൂടെ നമുക്ക് മനസ്സിലാക്കാം. ഇത് കഴിഞ്ഞിട്ട് നമുക്കിനി അഡിഷനുണ്ട്, സബ്ട്രാക്ഷനുണ്ട്, മൾട്ടിപ്ലിക്കേഷനുണ്ട്, ഡിവിഷനുണ്ട്. അപ്പോൾ ഇതൊക്കെ ആയിട്ട് ഓരോ വീഡിയോയിലായിട്ട് ഞാൻ വരുന്നതായിരിക്കും.